അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ പില്ലേജർ ഗൈസ്, അത് പെട്ടെന്ന് വന്നതാണ്, എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ റെയ്ഡൊന്നും തുടങ്ങിയിട്ടില്ല, ഇവിടെ അടുത്ത് വില്ലേജ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ റെയ്ഡ് തുടങ്ങിയേനെ. നമുക്ക് അവരെ കൊല്ലാൻ പറ്റുമോ നോക്കാം. അവർ പിന്നെ ഗ്യാങ് ആയിട്ടാണ് വരിക ഗൈസ്. ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഞാൻ തീർത്തേനെ അവരെ. ഇവർ ഒരു ഗ്യാങ് പോലെയാണ് വരെ. ഇപ്പം 2 പേര് വന്നിട്ടുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ബോട്ടിൽ കയറ്റി അവരിരുത്താൻ പറ്റുമോ നോക്കട്ടെ, അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതിലുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് അവരിവിടെ ഇല്ലേ, നേരത്തെ ഇവിടെ വെച്ചാണ് കൊന്നത്, പക്ഷെ അവരിപ്പോൾ കാണാനില്ല. സ്കെൽറ്റൻ്റെ ബോണൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ, പക്ഷെ അവരിവിടെ കാണാനില്ല ഗൈസ്. എന്താണാവോ, എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റൊക്കെ നോക്കട്ടെ ഗൈസ്, ചിലപ്പോൾ അവിടെ ഉണ്ടായാലോ. ചിലപ്പോൾ അവർ ഒളിച്ചിരിക്കുന്നുണ്ടാവും ഗൈസ്, ചിലപ്പോൾ മരത്തിൻ്റെ ഇടയിൽ അങ്ങ് ഇരിക്കുന്നുണ്ടാവും. അവർ ഡീസ്പോൺ ആവാൻ ചാൻസ് ഇല്ലല്ലോ. ഞാൻ എൻ്റെ മുന്നത്തെ വേൾഡിലൊക്കെ കളിച്ചപ്പോൾ അവർ ഡീസ്പോണായി പോയി ഇല്ല ഗൈസ്. അത് വെച്ച് നോക്കുമ്പോൾ അവർ ഡീസ്പോൺ ആവാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഡീസ്പോൺ ആയിട്ടുണ്ടാവും, എനിക്കറിയില്ല. അപ്പം നമ്മൾ ഇവിടെയാണ് ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളുടെ വീടിൻ്റെ മുകളിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, നമ്മളുടെ പണി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒക്കെ ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് സെറ്റാക്കണം. എന്നാലാണ് നമുക്കിങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ വരിക ഗൈസ്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ മേൽക്കൂര പോലെ തോന്നുക. അതിനായിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോഴാണ് അതിൻ്റെ ഒരു ലുക്ക് വരിക. ഇനി നമുക്ക് ഇവിടെയും കൂടിയും ചെയ്യാം. ഇവിടെ ഇത്തിരി ബ്ലോക്ക് വയ്ക്കുക, എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുക, എന്നിട്ട് ഇവിടെയും ഒരു ബ്ലോക്ക് വയ്ക്കുക. എന്നിട്ട് നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് ബ്ലോക്ക് വെച്ചാൽ നമുക്ക് നമ്മളുടെ വീടിൻ്റെ മേൽക്കൂര ശരിയായി വരും. ഇനി അതിൻ്റെ മുകളിൽ ഒരു ബ്ലോക്കും കൂടി വെച്ചാൽ മതി. ഇനി ഇവിടെ ഒരു ബ്ലോക്കും കൂടി, അപ്പം നമ്മളുടെ മേൽക്കൂര ശരിയാവും. ഇനി നോക്കി ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക്. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് ഇവിടെയും കൂടി വെച്ചാൽ മതി ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി നമ്മളുടെ ഫാം ഏരിയയുടെ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു മേനെ നിർത്തണം. നമ്മൾ ഹാർമർ സ്റ്റാൻഡ് കൊണ്ടല്ല ചെയ്യുന്നത്, ഫാമുമായിട്ട് ഇങ്ങനെ ഇതാവണ പോലെയാണ് ചെയ്യുന്നത്. ഫാമുമായിട്ട് അത് ബന്ധപ്പെടണം. ഇപ്പം ഞാൻ വീടിൻ്റെ മേൽക്കൂരി ഇത്രയും ചെയ്തിട്ടുള്ളൂ. ഇനി അവിടെ ഇവിടെ ഇത്തിരി ഡെക്കറേറ്റ് വരണം. നമുക്ക് ഇവിടെ ഒന്ന് ബോൺ മീൽ ചെയ്ത് കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇത്തിരി ഫ്ലവറൊക്കെ തന്നെ വന്നാലും എന്താ ഭംഗി. ഇത്തിരി പൂവൊക്കെ എടുത്ത് മാറ്റാം. ഇനി നമ്മൾ ഈ പൂവ് ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 3 മഡ് വെച്ചിട്ട് നമ്മളുടെ വീടിൻ്റെ സൈഡിൽ ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. ചാടാൻ പറ്റില്ല ഗൈസ്, നമുക്ക് ഇനി മുകളിലേക്ക് പോകണം. നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണും ഞാൻ എന്തിച്ചാ ചെയ്യണതെന്ന്. എൻ്റെ കയ്യിൽ ട്രാപ്പ് ഡോർ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ മനസ്സിലാവും. ഞാൻ ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ട് ഇവിടെ ഒരു പൂവും ഇവിടെ ഒരു പൂവും വയ്ക്കാം. ഇനി നമ്മൾ അത് അടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ട്രാപ്പ് ഡോർ വയ്ക്കണം. താഴത്തുനിന്ന് ട്രാപ്പ് ഡോർ വയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇനി നമുക്കിവിടെ ഇത്തിരി ട്രാപ്പ് ഡോർ ഇവിടെ ഉരണം. ഓക്കെ ഗൈസ്, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി സൈഡിൽ അതേപോലെ ചെയ്യണം. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിൽ. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഗ്രാസ് ഒന്ന് വന്നാൽ മതി, അപ്പം നല്ല ലുക്ക് ആയിക്കോളും. ഇനി നമുക്ക് ഇവിടെ ഇത്തിരി പ്ലാങ്ക് വയ്ക്കാം ഗൈസ്. താഴത്തെ മഡ് കാണാൻ പാടില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ പ്ലാങ്ക് വയ്ക്കുക. ഇനി നമ്മൾ
അവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ താഴത്ത് ഇത് തൂക്കിയിടാൻ പോവാണ് ഗൈസ്. ഇപ്പം ഏകദേശമൊക്കെ നല്ല ലുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് ഞാൻ ഇവിടെയാണ് ബാൽക്കണി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആ കാര്യം പറഞ്ഞില്ല. ഇവിടെ നമ്മൾ ബാൽക്കണി സെറ്റ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ഫാം ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല ഗൈസ്. ഇവിടെയാണെങ്കിൽ ഞാൻ ജനലും വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ബാൽക്കണി പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫാം നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. ഇത് ഞാൻ എൻ്റെ വീടുണ്ടാക്കിയ ബിൽഡിംഗ് ബ്ലോക്ക് കൊണ്ട് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത്തിരി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെ ഈ ചെസ്റ്റിലുണ്ട്. ഞാൻ മുന്നേ ഇത്തിരി വുഡൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെസ്റ്റിൽ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വുഡ് കളക്ട് ചെയ്യാൻ പോകണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഒരു ഡോർ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ചെസ്റ്റിൽ പോയിട്ട് ഇത്തിരി ഞാൻ ഇത്തിരി ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി ഇവിടെയും കൂടിയും ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അങ്ങോട്ട് കടക്കണമെങ്കിൽ ഇനി നമ്മൾ ഇത് നമ്മളുടെ ഫാമിംഗ് ഏരിയയിൽ വെക്കാൻ പോകുന്നതാണ് ഇപ്പം സെറ്റാക്കുന്നത്. നിങ്ങൾ കണ്ടോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഇനി ഇതിൽ ടോർച്ച് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് ഇങ്ങനെ ടോർച്ചാക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെളിച്ചം വരും. അപ്പോൾ രാത്രി ആയാലും കാണാൻ ഭംഗിയുണ്ടാവും. ഞാൻ ചെയ്യുന്നത് നോക്കി നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് അവിടെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യണം. ഇപ്പം നമ്മുടെ വീട് കാണാൻ എന്തൊരു ഭംഗിയാണ്. അത് ഇപ്പോഴാണ് എൻ്റെ വീടിൻ്റെ ഒരു ലുക്ക് എനിക്ക് മനസ്സിലായേ. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളുടെ ഇത് ഇങ്ങനെ വയ്ക്കുക. ഈ ലിവർ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ആ ഹെഡും കൂടി വയ്ക്കുക. ഇപ്പോൾ ഏകദേശം ഇതൊരു ഫാമാണെന്ന് അവർക്ക് തോന്നും ആരെങ്കിലും. ഇതിപ്പോൾ ഞാൻ എൻ്റെ മൾട്ടിപ്ലെയറായിട്ട് കളിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്ക് അതൊരു ഭംഗിയായിട്ട് തോന്നും. ഓക്കെ ഗൈസ്, ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.